ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ അധികം വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം സ്പെഷ്യൽ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം റഫീഖ പള്ളിയിലേക്ക് പോയി എൻ്റെ സുബഹി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടാണ് കേട്ടുള്ളത്. ഇന്ന് ഞാനൊരു സ്പെഷ്യലാന്ന് പറഞ്ഞില്ലേ, എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് കുറച്ച് ഗസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ, വിരുന്നുകാരുണ്ട്. ഉച്ചക്കത്തേക്ക് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ കൂടുതൽ ആളുകൾ കേട്ടോ, ഒരു 10, 25, 30 ആളുകളോളം ഒക്കെ വരുമ്പോൾ ടെൻഷൻ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട് ഒരുക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിലപ്പം ഒരു ബേജാറും ടെൻഷനും ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എന്താ പറയുക, റിലാക്സ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്യാനും കൂടെ പറ്റും. ഇങ്ങനെ ഹറിബറിയായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഗോതമ്പ് പായസമായിട്ട് ഉണ്ടാക്കുന്നത്. ഫുൾ ഗോതമ്പില്ലേ, മുഴുവനെയുള്ള ഗോതമ്പ്, അലീസ ഗോതമ്പ് എന്ന് പറയും, വൈറ്റ് ഗോതമ്പ്, അത് വെച്ചിട്ടുള്ള പായസമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ആ ഗോതമ്പ് ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കഴുകിയിട്ട് 2-3 തവണ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണയും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചധികം ഉണ്ട് കേട്ടോ, 1.5 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരു 100 ഗ്ലാസ് പായസം അങ്ങനെ നിങ്ങൾ കണക്കാക്കിയാൽ മതി, അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ 50 ഗ്ലാസ് വേണമെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. ചിലരൊക്കെ കണക്ക് ചോദിക്കലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഗോതമ്പ് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവുമല്ലോ, പിന്നെ ഇത് 1.5 കിലോനോളം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വലിയ കുക്കറിൽ ഞാൻ ഗോതമ്പ് ഇടട്ടെ, വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ചെയ്യുന്നത്, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ചിലരൊക്കെ പറയലുണ്ട്, എങ്ങനെയാണ് ഇത്ര പേർക്ക് ഇങ്ങനെ ടെൻഷനില്ലാതെ ഫുഡ് ആക്കുന്നത്, നമ്മളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക, പുറത്തുനിന്ന് വാങ്ങുക ചെയ്യുക എന്നൊക്കെ പറയലുണ്ട്. ടെൻഷനാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും നമുക്ക് വിളിക്കണം എന്നാൽ നമുക്ക് നമ്മൾ ടയേർഡാണ്, നമുക്ക് അത്രയൊന്നും കുക്ക് ചെയ്യാൻ പറ്റൂല, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇല്ല, നമുക്കൊരു കുഴപ്പമില്ല, പക്ഷെ ടെൻഷനാണ്, എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് അറിയില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാവും. അപ്പോൾ ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചെറിയ കാര്യങ്ങളിൽ മാറ്റമൊക്കെ വരുത്തിയപ്പോഴാണ് എനിക്കും ഇപ്പോൾ ഒരു 50 പേരാണെങ്കിൽ കൂടിയിട്ട് സൂപ്പറായിട്ട് ടെൻഷനില്ലാതെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ എല്ലാവരും വരുന്നത് ഇഷ്ടമായിരിക്കും, ഫംഗ്ഷൻ നടത്താൻ ഇഷ്ടമായിരിക്കും, പക്ഷേ അതെങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ഇതൊക്കെ ചെയ്യും, എങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡിയാവും എന്നാലോചിച്ചിട്ടുള്ള ടെൻഷനുകൊണ്ട് അവർ ഓർഡർ ആക്കും, അല്ലെങ്കിൽ ഫംഗ്ഷനേ നടത്തൂല, അല്ലെങ്കിൽ കുറച്ചാൾ വിളിക്കുക, 2 ആൾ വരികയാണെങ്കിൽ കൂടിയിട്ട് ടെൻഷനാണെന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. അപ്പോൾ ഗോതമ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് 1 ടീസ്പൂണും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴമാണ് ഇന്ന് പുഴുങ്ങിയെടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോഴത്തേക്കും എനിക്ക് പായസത്തിനുള്ള പാലെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം ഞാൻ കുറച്ചധികം കാര്യങ്ങൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, പിറ്റേ ദിവസം കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ടെൻഷനൊക്കെ ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീടും ഒന്ന് ഒരുക്കി വെക്കൂലേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ, അന്നത്തെ ദിവസം എനിക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ, ഞാനൊരാൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട്
എനിക്ക് അകത്തെ കാര്യങ്ങളൊന്നും ക്ലീൻ ആക്കാനോ ഒന്നും പിറ്റേ ദിവസം ഞാൻ വരാറില്ല. ജസ്റ്റ് രാവിലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. വല്ലാണ്ട് ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റാനോ എല്ലാ റൂമിലും ബെഡ്ഷീറ്റ് മാറ്റി വരുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കൂലേ. അപ്പം ആ സമയമൊന്നും എനിക്ക് പിറ്റേ ദിവസം അതായത് ഫംഗ്ഷൻ്റെ അന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ആക്കി വിരിച്ച് സെറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് വിരിച്ചിടും, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കൊരു ഹെവി ആയിട്ടുള്ള പണി റൂമിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുറേ പേരുണ്ട്, മക്കളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെയൊക്കെ ഏൽപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ സാഹചര്യം ഇതായതുകൊണ്ട് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ നാളെ അടുത്ത ദിവസം ഫംഗ്ഷൻ്റെ അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ റഫീഖ ബീഫും ചിക്കനും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഇതാ കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്കുള്ളതാണേ. ഞാൻ നാളെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ബീഫായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ബീഫാട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ ഇങ്ങനെ അടച്ച് ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഇന്നിപ്പോൾ ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ഞാനിപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കിച്ചണിലേക്ക് വരും. രാവിലെയോ വൈകുന്നേരമൊക്കെ വരുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ടൈമിനനുസരിച്ച് ഓരോന്നോരോന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കാണ് ചെയ്യുന്നത്. ഇതിന് ഞാനിങ്ങനെ ബോക്സിലേക്ക് ആക്കി വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. കാര്യം നമ്മൾ കുറേ നാൾ വെക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഇത് നമുക്ക് നാളെ തന്നെ എടുക്കാനും യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് എടുത്തിട്ട് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവെക്കും കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഫ്രീസ് ആയിട്ടുണ്ടാവില്ല. എന്നാൽ തണുപ്പ് പോയി ഇങ്ങനെ സ്മെല്ല് അതും വരില്ല. ആ ഒരു തണുപ്പ് നിൽക്കുകയും ചെയ്യും, എന്നാൽ ഫ്രീസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. തണുപ്പ് പോയി രണ്ടാമത് വെള്ളം ഒഴിച്ചെടുക്കുക അത് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ബീഫൊക്കെ ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കട്ടെ. ഇനി അടുത്തത് നമ്മളെ ബിരിയാണിയിലേക്കുള്ള മസാലയിലേക്കുള്ള ഉള്ളി, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാനില്ലേ. അപ്പോൾ അത് ചെയ്യലാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ സവാള അങ്ങനത്തെ സാധനങ്ങളെ. ഇപ്പം നമ്മൾ എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് അതിനുള്ള ഐറ്റംസൊക്കെ നേരത്തെ വാങ്ങി വെക്കുക. ഒരു ദിവസം മുമ്പ് തന്നെ വാങ്ങി വെക്കുക. എന്നിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസിൽ നമുക്ക് നേരത്തെ എന്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും, എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്ത് വെക്കാം. ഓരോന്നോരോന്ന് ഓർഡറായിട്ട് ഇങ്ങനെ ചെയ്ത് വീട് ക്ലീനിങ് അതൊന്ന്. പിന്നെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു. നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടായിട്ട് പിറ്റേ ദിവസം ഉള്ളത്, അല്ലെങ്കിൽ ആ പണി തീർത്ത് വെച്ചാൽ നല്ലതായിരുന്നു എന്ന് തോന്നൂലേ, അപ്പോൾ അതെന്താണോ ഉള്ളത് അത് തലേ ദിവസം ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ സവാള നമ്മൾ 4 കിലോ ബിരിയാണിയിലേക്കുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതല്ല വേറെ എന്തെങ്കിലും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കുക. അങ്ങനെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം. ഇപ്പോൾ സവാളയൊന്നും ഫ്രിഡ്ജിൽ അരിഞ്ഞു വെക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ അരിഞ്ഞിട്ട് അങ്ങനെ വെറുതെ വെക്കരുത്. നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സവാളൻ്റെ സ്മെല്ല് പോവും, പിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് രണ്ടാം പണിയിലേക്ക് പോവരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പായസത്തിലേക്ക് തേങ്ങയൊക്കെ ചിരവി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ സവാള ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ, മര്യാദക്ക് അടച്ചിട്ടില്ലെങ്കിൽ ആ സ്മെല്ല് ആ തേങ്ങയിലേക്കൊക്കെ പിടിക്കും. സവാള അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പായസത്തിന് ആ സവാളേൻ്റെ സ്മെല്ല് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കെയർലെസ് ആയിട്ട് വിടുന്ന കാര്യങ്ങൾ നമുക്ക് ഫുഡ് പാളാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഫോൾട്ടായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതാ സവാളയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു. തക്കാളി ഇതാ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ബിരിയാണീൻ്റെ മെഷർമെൻറ്റ് പറയുന്നില്ല. കാര്യം ബിരിയാണി നിങ്ങൾക്ക് ജംഷി റെസിപ്പീസ് ദം ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്നൊക്കെ സെർച്ച് ചെയ്താൽ, ബീഫ് ബിരിയാണി എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് ടൈപ്പിലുള്ള ബിരിയാണി നമ്മൾ ചെയ്തിട്ടുണ്ട്, കിടിലൻ ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ അത് റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും കേട്ടോ. അപ്പോൾ അളവ് ഞാൻ പറയുന്നില്ല.
നല്ല ഈസി ദം ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ സവാള ഞാൻ കണ്ടെയ്നറിൽ എയർടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളത് അളവ് നമ്മൾ 1 കിലോയിലേക്ക് എത്ര വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് 3ഉം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. എന്നിട്ട് തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണേ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രീസറല്ല കേട്ടോ, ഫ്രിഡ്ജിലേക്കാണ്. പിന്നെ ഇത് നമ്മൾ സാദാ ചോറ് ഉണ്ടാക്കുമല്ലോ, വെറും ചോറിന് കുറച്ച് പരിപ്പും ഞാനിത് പടവലാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പടവലം ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുണ്ടാക്കിയ പടവലാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചു. പിന്നെ അതൊരു ക്യാബേജ് ഉണ്ടായിരുന്നു, ക്യാബേജ് അരിഞ്ഞു വെച്ചു. അതിലേക്ക് കഴുകിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തും കൂടെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് രാവിലെ എടുത്തിട്ട് കുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. പിന്നെ വലിയ പണി നമ്മളെ ഗോതമ്പ് പായസം നമ്മൾ തേങ്ങാപ്പാലിലല്ലേ ഉണ്ടാക്കുന്നത്, ശർക്കരയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള 7 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഫ്രീസറിലല്ല വെക്കുന്നത്, കാര്യം നമുക്ക് നാളെ എടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണം, തേങ്ങ കേടുവന്ന് പോകും. ഇതിപ്പോൾ നാളെ എടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പാല് കിട്ടുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല, കേടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഈ തേങ്ങാപ്പാലിൻ്റെ പായസം ഉണ്ടാക്കാൻ എല്ലാവരും മടിക്കുന്നത് തേങ്ങ ചിരകേണ്ട പണിയും പിന്നെ പാലെടുക്കേണ്ട പണിയുമാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ ചിരകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര റിസ്ക് ഇല്ലാതെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് തോന്നും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാലും. പിന്നെ ഇതാ അടുത്തത് നമ്മളെ ചിക്കനില്ലേ, ഇത് ചിക്കൻ 2.5 കിലോനുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഞാനൊരു പച്ച മസാലയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ചെയ്യുന്നത്. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, പിന്നെ വിനാഗിരിയോ അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയോ ലെമൺ ജ്യൂസോ എടുക്കുക, തൈര് എടുക്കണ്ട കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മറന്നുപോയി കേട്ടോ. പിന്നീട് ഞാൻ ഓർമ്മ വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. സ്മെല്ലും ഒന്നും വരില്ല. നാളെ ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാനുള്ളത്, ഉച്ചവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബോക്സിൽ ആക്കിയിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും സെറ്റ്. അത് നാളെ ഇനി എടുത്ത് ഫ്രൈ ചെയ്ത് പിന്നെ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രേവി നമ്മൾ ആക്കുന്നുണ്ട്, അത് ഞാൻ അപ്പം കാണിച്ചു തരാം. പിന്നെ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നത്, ഇത് നമ്മൾ സാദാ വെറും ചോറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇത് അയക്കുറ മീനാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഉലു പൊട്ടിച്ചിട്ട് നമ്മൾ വെക്കുന്നൊരു മീൻ കറിയില്ലേ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസി മീൻ കറി എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് തലേദിവസമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ, തലേദിവസമൊക്കെ മീൻ കറി നമ്മൾ വരട്ടി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ ഇരട്ടിയാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വരട്ടെ. പിന്നെ നമ്മൾ കറി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മീൻ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ മീനിനും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. മസാലക്കൊത്തൊക്കെ പോയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ബീട്രൂട്ട് വെച്ചിട്ടൊരു സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിരിയാണിയിലേക്കും ഗീ റൈസിലേക്കൊക്കെ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അത് ഞാനൊരു 3 ഇടത്തരം വലുപ്പമുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കൂലേ, അങ്ങനെ എടുത്തു. അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ്, ഇതിൽ നമ്മൾ സ്വീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അറിയാമല്ലോ ഒരുപാട് ഉപ്പ് വേണ്ട. ഇനി അത് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തിളച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കുറച്ച് സമയം. ബീട്രൂട്ട് വേവുന്നൊരു കണക്കറിയാമല്ലോ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇല്ലെങ്കിൽ അതിലൊരു ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വരും കേട്ടോ. അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ വേവിക്കുന്നത്. ഇത് ഒരു ഹെൽത്തി സംഭവം കൂടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ.
അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ട് ഇവിടെ വെന്ത് ആ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് തിരിച്ച് ഞാൻ ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കണ്ട, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ ഒരു നെയ്യിൻ്റെതും ഒരു എന്താ പറയുക സ്വീറ്റായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, ആപ്പിൾ ചേർക്കുന്നുണ്ട്. ആപ്പിൾ ചേർക്കുമ്പോൾ ചെറുതായിട്ട് പുളിയുള്ള ആപ്പിളാണെങ്കിൽ നല്ലതാണ് കേട്ടോ, കുറച്ചുകൂടെ നല്ലതാണ്. പുളി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ മധുര കുത്തൊരു ടേസ്റ്റ് കിട്ടൂല. ചെറിയൊരു പുളിപ്പ് അതിൽ വരണം, എന്നാൽ ഒരുപാട് അച്ചാറിൻ്റെ പോലെ പുളി വരരുത് കേട്ടോ. ഈ ഒരു മധുരം നിൽക്കണം, ചെറുതായിട്ടൊരു പുളിപ്പ്. അത് ഞാൻ പറഞ്ഞില്ലേ, ആപ്പിളിന് പുളി ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ഇല്ലെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി, 3-4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മധുരം കൂടെ നമ്മൾ ആ ടേസ്റ്റിനെ കണക്കാക്കിയിട്ട് മധുരവും കൂടെ ചേർത്തിട്ട് എടുക്കുക കേട്ടോ. അതാ ഒരു ആപ്പിൾ ഞാൻ തൊലിയോടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതൊന്ന് മിക്സാക്കി കൊടുത്തു. ഇട്ടിട്ട് വേവിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വൈറ്റ് എള്ളാണ് ഇപ്പം ഞാൻ അവസാനം ഇട്ട് കൊടുത്തത്. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റൊക്കെ നമ്മൾ ഇതിനനുസരിച്ച് ഉപ്പും മധുരവും ഒക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കുക. പുളിയും ഒക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ നട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ്, നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ച് കൊടുത്തല്ലോ, ഇനി ഒരുപാട് വേണ്ട. 1 ടീസ്പൂൺ നെയ്യിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസുമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പിസ്ത ബദാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് വറവൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ബിരിയാണീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, നമുക്കിവിടെ നല്ല ഇഷ്ടമാണ്. നമ്മൾ ഈ ഈത്തപ്പഴം അച്ചാർ, മധുരമുള്ള അച്ചാറൊക്കെ കഴിക്കൂലേ ബിരിയാണീൻ്റെ കൂടെ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പുളിപ്പ് കാര്യങ്ങൾ, നമ്മളിതിൽ മുളക് പൊടിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സ്വീറ്റായിട്ട് തന്നെയാണ് നമ്മളിത് കഴിക്കുന്നത്. പിന്നെ പുളി അങ്ങനത്തെ കുറച്ച് കൂടുതൽ പുളിയാണ് വേണം. മധുരം ഉണ്ടെങ്കിൽ പുളി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പുളി കുറച്ചുകൂടെ കൂട്ടി വയ്ക്കുക. അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ ബിരിയാണി മസാല എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗരം മസാല. അപ്പോൾ അതൊന്ന് എല്ലാം 10 ഗ്രാം വീതം ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ജീരകം 20 ഗ്രാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കുന്നത്. നമുക്ക് റിസ്ക് ഉള്ള കുറേ ഐറ്റംസൊക്കെ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കല്യാണിച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിച്ചി ഇതാ മുറ്റമൊക്കെ അടിച്ചു വാരി. ഇന്നത്തെ മുറ്റടിച്ചു വാരലും പാത്രം കഴുകലും പിന്നെ കല്യാണിച്ചി ഏറ്റെടുത്തോളും, എനിക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ഗോതമ്പ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അതിലിട്ട് തട്ട് ഇങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ശർക്കര ഇതാ പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2ാം പാലും 1ാം പാലും മാത്രം എടുത്താൽ മതി കേട്ടോ, 3ാം പാലൊന്നും എടുക്കേണ്ട കാര്യമില്ല. മധുരം അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വെള്ളം ഉരുക്കി നോക്കിയിട്ട്, ശർക്കര ഉരുക്കി നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ശർക്കര ഉരുക്കിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അധികം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ആക്കിയെടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. ഈ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗോതമ്പ്, നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി ഈ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒഴിച്ച് അതൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ 2ാം പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും. പക്ഷേ ഇതൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. ഈ കുറഞ്ഞ പാലിൽ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പിന്നെ മിക്സ് ആകാൻ എളുപ്പമുണ്ടല്ലോ. ഇളക്കി മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ ഗോതമ്പിൽ, സാധാ ഗോതമ്പിൽ ചെയ്യരുത് കേട്ടോ. അലീസ ഗോതമ്പില്ലേ, വൈറ്റ് ഗോതമ്പ്, അതന്നെ യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ഗോതമ്പ് പായസം എന്ന് പറയുന്ന സംഭവം ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഈ വൈറ്റ് ഗോതമ്പിൽ ചെയ്തിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പായസം ഇളക്കുന്ന കൈ ചേഞ്ച് ആയിട്ടുണ്ടാവും. റമൽത്ത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റമൽത്ത പായസം ഇളക്കിയതാണ്. അങ്ങനെ നമ്മുടെ 2ാം പാലൊഴിച്ച് തിളച്ച് വന്ന് മധുരവും ഏലക്കപ്പൊടിയും ഒക്കെ കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ ലാസ്റ്റ് 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്തു. 1ാം പാല് ചേർത്തിട്ട് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി
കാഷ്യൂനട്ടും കിസ്മസും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പച്ചനെയ്യ് 2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ അളവിന് പാകത്തിന് ആക്കിയിട്ടെടുക്കുക. ഞാൻ കൂടുതലാവുമെന്ന് വിചാരിച്ച് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ഗോതമ്പിന് 100 ഗ്ലാസ് പായസം കറക്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ബിരിയാണിയും കൂടെ മസാലയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ക്ലീനിങ് ഒക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ടേബിള് ടീപ്പോയി അങ്ങനത്തെ ഒക്കെ ഒന്ന് തുടച്ച് ഒന്ന് റെഡിയാക്കാനേ ഉള്ളൂ കേട്ടോ. ബെഡ്റൂമിൽ അങ്ങനത്തെ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കിയെടുക്കണം, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. റമലത്ത് അവിടെ തൈര് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി ഞാൻ വെള്ളരിയും പരിപ്പും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറവിടാനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പണി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ നേന്ത്രപ്പഴം എല്ലാവർക്കും പുഴുങ്ങി അങ്ങനെയാണ് ചെയ്തത്. പിന്നെ റമലത്ത് വന്നപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയേ. റമലത്ത് വന്നപ്പോൾ നല്ല നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ദോശയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. തലേ ദിവസം നമ്മൾ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്യപ്പം തിന്നപ്പോൾ പിന്നെ ആർക്കും ദോശയൊന്നും വേണ്ട. അങ്ങനെ പിന്നെ നെയ്യപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചെറിയൊരു ക്ലീനിങ് ഒന്ന് ഞാൻ വേഗം ചെയ്തെടുക്കട്ടെ. കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പായസം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ട് എന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ചെറിയ അളവിൽ ചെയ്ത് നോക്കുക. ഇനി പ്ലാന്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വെക്കട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളെ ഫ്ലവറില്ലേ, അതായത് പോട്ട് പ്യൂരി, അതിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലൊക്കെ ആക്കിയിട്ട് നല്ലൊരു സ്മെല്ലും കൂടെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫ്രഷ്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്മെല്ലാക്കിയിട്ടും കൂടെ എടുക്കുക. അപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടാവും കേട്ടോ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് ഉള്ളതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്കും ആ ഒരു ഹാപ്പിനെസ് കിട്ടണം. അപ്പോൾ ഞാൻ അകത്തുള്ള പ്ലാന്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടും ഒരുങ്ങിയിട്ടുണ്ട്, ഏകദേശം ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫിനിഷിങ് സ്റ്റേജേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഞാനിതിനിടയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ പോയിട്ട് ഗീ റൈസ് സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആരാ ഗസ്റ്റ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആരുമല്ല, നമ്മൾ വീട്ടുകാർ തന്നെയാണ് കേട്ടോ. റഫീഖാൻ്റെ പെങ്ങന്മാരും ഏട്ടനും അവരൊക്കെ തന്നെയാണ്. പിന്നെ അമ്മൂമ്മമാർ അവരൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ വീഡിയോയിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ എൻ്റെ ഉപ്പ വരും. ഉമ്മക്ക് പനിയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വരുന്നില്ല, ഉപ്പാനെ വിളിച്ചിട്ടുണ്ട്. ഉപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്പാക്കൊന്ന് സ്കൂളുണ്ട് കേട്ടോ, കുട്ടികളെ വിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ, കൽപ്പറ്റ തന്നെ അല്ലേ, അപ്പോൾ വലിയ പ്രശ്നമില്ല. അന്ന് ഞങ്ങൾ താമരശ്ശേരി പോയിട്ട് എത്ര മണിക്ക് വന്നു? അല്ല പറമ്പിൽ ജനിച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളെ ബിരിയാണിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ഗ്രീൻ മസാലയിൽ ഇത് ഗ്രീൻ ചിക്കൻ ഫ്രൈ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് റെസിപ്പി കിട്ടും അറിയാത്തവർക്ക്.
അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി റെഡിയായി. ഇതൊന്ന് ദം ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത്രയും പേർക്ക് ഇത്ര ബിരിയാണി മതിയോ എന്ന് നിങ്ങൾക്ക് സംശയം വരും. അല്ല, നമ്മൾ 2 ചെമ്പിലായിട്ടാട്ടോ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇത് 2ാമത്തെ ചെമ്പാണ്. നമ്മൾ പായസം അവിടെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 100 പേർക്കുള്ള പായസം എന്തിനാ ഇത്ര ആളുകൾക്ക് നിങ്ങൾ ചോദിക്കും. നമുക്കിപ്പോൾ 30 ആളുകളാണ് ഉള്ളത്. എന്തിനാ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ചെറിയ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ 1 ഗ്ലാസ് അല്ല കേട്ടോ പായസം കുടിക്കുക, കൊടുക്കുന്നത് 2ഉം 3ഉം ഗ്ലാസ്സും ഒക്കെ കുടിക്കും. പിന്നെ ഞാൻ ചിക്കൻ പറഞ്ഞില്ലേ, ചിക്കൻ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മന്തിക്കൊക്കെ സ്മോക്ക് കൊടുക്കൂലേ, ഒരു കാസറോളിലോ എന്തിനെങ്കിലും വെച്ചിട്ട് ഒരു സ്മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ആവും കേട്ടോ. അത് ഒരു അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 സവാള, അതുപോലെ തന്നെ ഒരു കുറച്ച് ക്യാപ്സിക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും, സവാളയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് 2 മിനിറ്റ് ഒന്ന് നമുക്ക് സവാള സോഫ്റ്റ് ഇതുപോലെ ആയാൽ മതി. അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം ക്യാപ്സിക്കം 2 ഗ്രീൻ ക്യാപ്സിക്കം എടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കളർ ക്യാപ്സിക്കം ചെറിയ 2 പീസ് ഉണ്ടായിരുന്നേ, യെല്ലോ റെഡ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ഗ്രീൻ ഉള്ളെങ്കിൽ അത് മാത്രം മതി. ഇനി അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അത് ഇങ്ങനെ വഴന്ന് വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് വഴന്ന് വരുന്നതിനേക്കാളും നല്ലത് വഴന്ന് വരാണ്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് ചില്ലി സോസില്ലേ, അതൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസില്ലേ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അത്രയും വഴന്നു വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാക്കിയില്ലേ, അത് 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. വേറെ നമ്മളിതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അത് പക്ഷേ നമ്മൾ സാധാരണ ചില്ലി ഉണ്ടാക്കില്ലേ, ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട്, ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവർ. അവിടെ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വീറ്റും ചമ്മന്തിയും തൈരും ഒക്കെ അതിൽ തന്നെ ഒന്ന് വിളമ്പട്ടെ. എന്നിട്ട് നമുക്ക് ബിരിയാണി ദം പൊട്ടിക്കാം. ശരിക്കും എനിക്ക് ഇങ്ങനെ ഫംഗ്ഷൻ വെക്കാൻ ആളുകൾ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഫുഡ് വെറൈറ്റി ഫുഡ്, എനിക്കിഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുക, വരുന്നവർക്ക് കൊടുക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല കുറേയൊക്കെ. പക്ഷെ ശരിക്കും കിട്ടുന്ന സമയത്ത് ഞാനത് ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എല്ലാം വേണം, എല്ലാം നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമാകുമ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ മനസ്സിന് എനിക്ക് കുറച്ചുകൂടെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ആളുകൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവർ അത് നന്നായാലും ഇല്ലെങ്കിലും ചിലർ ഇതിങ്ങനെയാക്കാം എന്ന് പറയും. അപ്പോൾ എന്തുതന്നെ ആയാലും നമുക്കത് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അല്ലല്ല ഇപ്പൊ മീൻ കറി വെക്കാൻ പറ്റും. പായസം ഉണ്ട്
അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, നല്ല ബഹളമാണ് കേട്ടോ. ഈ ബഹളം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണെന്ന്. അല്ല, നല്ല ബഹളമാണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് പോക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട്, നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിച്ചിട്ട് നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അവിടെ ഉണ്ടാകും, നമ്മൾ വീട്ടിലുണ്ടാകുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഒരു ഹാപ്പി ഫീൽ ഉണ്ടാവുമല്ലോ. അത് ഞങ്ങൾ രണ്ടാളും, ഞാൻ റഫീഖും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അത്. കാര്യം ഒരു വല്ലാത്ത ഫീലായിരിക്കും. അതുവരെ നമ്മളിപ്പോൾ ചിലപ്പം എന്നും കാണുന്നവരൊന്നും അല്ല, പക്ഷേ അന്ന് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ രണ്ടാളും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. ചിക്കൻ ബിരിയാണി ചിക്കൻ മസാല കൊടുത്താൽ മതി. മസാല കൊടുത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. പറയുമ്പോ ഞാൻ അവിടുന്ന് കേൾക്കരുത്.
അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാവരും റാഹത്തായി. ഇനിയിപ്പോൾ എല്ലാവരും പോവുകയാണ്, ഓരോരുത്തരായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ റോഡിൽ കൂടെ പോയാൽ മതി, അതെല്ലാം കാണും. നല്ല ഭംഗിയാണ്, മരമായതുകൊണ്ട് പ്രത്യേകിച്ചു. ആ കൂട്ടുക ഞാനവിടെ വരില്ല, വണ്ടി പോട്ട് വരാം. ശരി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.